ഞാൻ കുർബാനയിൽ ശ്രദ്ധിച്ചു. നിങ്ങൾ നന്നായിട്ട് വിശുദ്ധ ബലി അർപ്പിക്കുന്നത് കണ്ടു. ചേട്ടന് ഒത്തിരി സന്തോഷം. എല്ലാ കുട്ടികളും നന്നായിട്ട് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ നന്നായിട്ട് ധ്യാനിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അപ്പം പ്രത്യേകം നിങ്ങൾക്ക് നന്ദി പറയുകയാണ്. എപ്പോഴും ഓർത്തോണം, ദേവാലയത്തോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയും ജീവിക്കുകയും ചെയ്യുമ്പോൾ കർത്താവിൻ്റെ വലിയ സംരക്ഷണം നമ്മുടെ ജീവിതത്തിലുണ്ടാവും. ഞാൻ പന്നിയാർകൂട്ടി സ്കൂളിലാണ് പഠിച്ചത്. എന്നെ പഠിപ്പിച്ചത് SABS സിസ്റ്റേഴ്സാണ്. അപ്പോൾ ഞാൻ അവിടെ പഠിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ദൈവം തന്ന ഏറ്റവും വലിയൊരു കൃപ എന്ന് പറയുന്നത്, ഞാൻ എല്ലാ ദിവസവും ദേവാലയത്തിന് ഉള്ളിൽ കയറിയിരുന്ന്, മാതാവിൻ്റെ പള്ളിയാണ്, സെൻറ്റ് മേരീസ് എന്നാണ് ആ പള്ളിയുടെ പേര്. അപ്പോൾ അവിടെ ഇതുപോലെ കർട്ടനുണ്ട്. ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറി, വലിയൊരു കുരിശുരൂപമുണ്ട്. ഞാൻ ആ കുരിശുരൂപത്തിൻ്റെ ചുവട്ടിൽ ഇരിക്കുമായിരുന്നു. 1 മണിക്കൂറൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. പ്രാർത്ഥന എന്താണെന്ന് അറിയില്ല, പക്ഷേ എനിക്ക് കുരിശിലേക്ക് നോക്കി ഇരിക്കുമായിരുന്നു. അതുകൊണ്ട് ഈശോ തന്ന 2 അനുഗ്രഹമുണ്ട്. ഒന്ന്, ഒരു ദിവസം ഒരു അൾത്താരയുടെ മുമ്പിൽ എന്നെ നിർത്താത്ത ദിവസമില്ല. ഒരു അൾത്താരയുടെ മുമ്പ് ചില ദിവസം ഞാൻ ഓർക്കും ഇന്ന് ക്ലാസ്സില്ല, അല്ലെങ്കിൽ ഇന്ന് പ്രാർത്ഥനയില്ലെന്ന് ഓർത്തിരിക്കുമ്പോഴായിരിക്കും പെട്ടെന്നൊരു വിളി വരുന്നു, സുല്ലൊന്ന് ഓടി വരാവോ എന്ന് ചോദിച്ചു. 2, ഈശോ എവിടെ ചെല്ലുമ്പോഴും എപ്പോഴും സ്നേഹിക്കാനൊക്കെ ഒരുപാട് പേരെ ചേർത്ത് തരാറുണ്ട്. അതുകൊണ്ട് മക്കൾ എപ്പോഴും ഓർത്തോണം, നമ്മൾ ദേവാലയത്തിൽ വരുമ്പോൾ ആദ്യം ഈശോയുടെ അടുത്ത് വരണം. ആദ്യം ഓടി വരേണ്ട അവിടെയാണ്. എൻ്റെ വല്യമ്മ എനിക്ക് സുഹൃദേവം പറഞ്ഞു തന്നു ചെറുപ്പത്തിൽ. ഞാനത് സുഹൃദേവം ചൊല്ലുമായിരുന്നു. ഒരു സുഹൃദേവം പറയാവോ? ഒരു സുഹൃദേവം നിങ്ങൾ ചൊല്ലുന്ന ഒരു സുഹൃദേവം ചൊല്ലാറുണ്ടോ? സുഹൃദേവം? അയ്യോ ഇല്ലേ, സുഹൃദേവം ചൊല്ലാറുണ്ടോ? ആ ഉണ്ട്. ഒരു സുഹൃദേവം പറഞ്ഞേ. അമ്മേ എൻ്റെ ആശ്രയമേ, അത് നല്ലതാണ്. ഞാനൊരു സുഹൃദേവം നിങ്ങളെ പഠിപ്പിക്കാം. എന്താണെന്നറിയോ? എൻ്റെ കുഞ്ഞുണ്ണി ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. ഏതാണ്? എൻ്റെ കുഞ്ഞുണ്ണി ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. അങ്ങനെ എൻ്റെ വല്യമ്മ പറഞ്ഞു തന്നെ ഇങ്ങനെയാണ്. അങ്ങനെ 10 തവണ പറയുമ്പോൾ എൻ്റെ ഹൃദയത്തിലൊരു മേശ വരുമെന്നാണ് പറയുക. 10 തവണ പറയുമ്പോൾ വീണ്ടും 10 തവണ വരുമ്പോൾ ആ മേശയുടെ പുറത്തൊരു വിരി വരുമെന്ന് പറയുക. വീണ്ടും 10 തവണ ചൊല്ലുമ്പം ആ ഹൃദയം മുഴുവനും പൂമാല പോലെ എന്താണ് ബൾബ് വരും, പ്രകാശിക്കും. അതുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങും ഈ സുഹൃദേവൻ ചൊല്ലിക്കൊണ്ടാണ് പോരുന്നത്. പള്ളി വന്നു കഴിഞ്ഞാലോ ഞാൻ ചാടി ദേവാലയത്തിനുള്ളിൽ കയറും. എനിക്ക് കൂട്ടുകാരെന്ന് പറയുന്നത് വലിയ ഇല്ല, അന്നുമില്ല ഇന്നുമില്ല. അങ്ങനെ ഞാൻ ഈ സുഹൃദേവൻ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കും. എന്തോ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പോകുമ്പോഴും അങ്ങനെയാണ്, ഞാൻ സുഹൃദേവൻ ചൊല്ലി. അപ്പോൾ ഈശോയെ സ്വീകരിക്കുന്നത് എത്ര മനോഹരമായിട്ടാണെന്നറിയോ? എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം അതായിരുന്നു. എൻ്റെ മക്കളോട് പറയട്ടെ, ഇന്നു മുതൽ നമ്മൾ അങ്ങനെ വേണം. വീട്ടിൽ നിന്ന് പോരുമ്പോഴും അങ്ങനെയൊക്കെ ഒന്ന് ചൊല്ലിക്കൊണ്ട് പോകുന്നു. പോരുവോ? ഓക്കെ. ഇന്ന് നമ്മൾ രാവിലെ പ്രഭാതത്തിൽ കേൾക്കാൻ പോകുന്നത്, സാധാരണ നമുക്കറിയാം നിങ്ങളൊക്കെ കുട്ടികളാണ്, പരീക്ഷ എഴുതുന്നവരാണ് അല്ലേ, എക്സാമൊക്കെ എഴുതുന്നവരാണ്. എപ്പോഴാ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ കയ്യിൽ തരുന്നത്? എപ്പോഴാണ് ക്വസ്റ്റ്യൻ പേപ്പർ തരുന്നത്? പരീക്ഷ ഹാളിൽ കയറി അല്ലേ, ബെല്ലടിച്ചതിന് ശേഷമാണ് അത് പൊട്ടിച്ച് നമ്മുടെ കൈ തരുന്നത്. പക്ഷേ സ്വർഗത്തിലേക്ക് കടക്കാനുള്ള പരീക്ഷയുണ്ട്. അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കർത്താവ് നേരത്തെ തന്നെ നമുക്ക് തന്നു കഴിഞ്ഞു. മാമോദീസ, നിങ്ങൾ മിടുക്കനാണ്, മാമോദീസ സ്വീകരിക്കണം. ഓക്കെ, മിടുക്കൻ ഇരുന്നു. ഏതാണെന്നറിയാവോ? ഇല്ല. മത്തായിയുടെ സുവിശേഷം 25:35. ബൈബിളുണ്ടോ? കൊണ്ടുവന്നില്ല? പുറത്തിരിക്കുവാണ് അല്ലേ. മത്തായിയുടെ സുവിശേഷം ഏതാണ്? 25:35. ചേട്ടനൊന്ന് വായിക്കാം, കേട്ടോണേ. എന്തെന്നാൽ, അവസാനം വിധി എന്നാണ് ഹെഡിങ്. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, എന്തെന്നാൽ എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നു. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ നീതിമാന്മാർ ഇങ്ങനെ മറുപടി പറയും, കർത്താവേ, നിന്നെ വിശക്കുന്നവനായി കണ്ട് ഞങ്ങൾ ആഹാരം നൽകിയതും ദാഹിക്കുന്നവനായി കണ്ട് കുടിക്കാൻ നൽകിയതും എപ്പോൾ? എന്നിട്ട് പറയാ, നിന്നെ പരദേശിയായി കണ്ട് സ്വീകരിച്ചതും നഗ്നനായി കണ്ട് ഉടുപ്പിച്ചതും എപ്പോൾ? നിന്നെ ഞങ്ങൾ രോഗാവസ്ഥയിലോ കാരാഗ്രഹത്തിലോ കണ്ട് സന്ദർശിച്ചത് എപ്പോൾ? രാജാവ് മറുപടി പറയും, രാജാവ് നിങ്ങൾ ദൈവമാണ്, മറുപടി പറയും,
സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ എനിക്കു തന്നെയാണ് ചെയ്തു തന്നത്. എന്നിട്ട് 46-ാമത്തെ തിരുവചനം എന്താണ് അവിടെ പറഞ്ഞിങ്ങനെയാ, ഇവർ നിത്യശിക്ഷയിലേക്കും, ഇവർ എന്ന് പറയുന്ന ആരാണ്? ഇത് ചെയ്യാത്തവര് നിത്യശിക്ഷയിലേക്കും നീതിമാന്മാർ നിത്യജീവനിലേക്കും പ്രവേശിക്കും. ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ, പ്രവേശിപ്പിക്കുകയല്ല. സ്വർഗത്തിലേക്ക് ദൈവം നമ്മളെ പ്രവേശിപ്പിക്കുകയല്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പ്രവേശിക്കണം. നമ്മൾ പ്രവേശിക്കണം. സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. എൻ്റെ ഈശോയുടെ അടുത്ത് പോകണമെന്ന്. എല്ലാവരും ഉണ്ട്. നന്നായിട്ടൊരു കൈയടി കൂട്, നന്നായിട്ട് കൈയടി. അപ്പൊ ഓർക്കണം, ക്വസ്റ്റ്യൻ പേപ്പർ ഇതാണ് ക്വസ്റ്റ്യൻ പേപ്പർ. വേറൊന്നും ഈശോ ചോദിക്കുകയില്ല. ഇത് പാസ്സാകണം. അപ്പൊ നേരത്തെ ഈ പരീക്ഷ എന്താ എളുപ്പമാണെന്ന് ഓർത്ത് നോക്കിക്കേ. നേരത്തെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ നല്ലത് പഠിച്ചെഴുതിയാൽ മതി. ഉണ്ടോ? എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മക്കളോട് പറയട്ടെ, ഇത് പാസ്സാകണം, പാസ്സാകണം. അല്ലാതെ നമുക്ക് ഒരിക്കലും സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പ്രവേശിക്കണം. പ്രവേശിപ്പിക്കുകയല്ല. എല്ലാവരും ധരിച്ചിരിക്കുന്ന ദൈവം ഇങ്ങനെ പ്രവേശിപ്പിക്കുക. നല്ല ദൈവം നമുക്ക് അവസരം തരും. ഇപ്പൊ ഈ ധ്യാനം ദൈവം തന്ന അവസരമാണ്. ഉണ്ടോ? അവസരമാണ്. എനിക്കൊരു അച്ഛൻ വീടുകളിൽ കൂടെ ഒക്കെ വന്ന് നിങ്ങളുടെ പേരുകളൊക്കെ എഴുതി, എത്ര മനോഹരമായിട്ടാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. ഉണ്ടോ? എത്ര ഭംഗിയാ. നമ്മുടെ കോതോങ്ങൽ രൂപതയിൽ ഒരു ഇടവകയിലും ഈ അനുഗ്രഹം കിട്ടിയിട്ടില്ല. കോതോങ്ങലല്ല, ഇടുക്കി രൂപതയിൽ. ഞാൻ ഇന്നലെ ഇടുക്കിയിലായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ അവിടുത്തെ അച്ഛൻ ഞെട്ടിപ്പോയി. അവിടുത്തെ അച്ഛൻ സത്യമാണ്. അച്ഛൻ എന്നിട്ട് എന്നെ പിങ്കായോ ഏണ്ട ഒരു സാധനം, ലേസ്, അത് ബുക്ക് ചെയ്ത് അവനെ വിളിച്ച് പറയാണ് അവിടെ വിശ്വാസമുള്ള വൈകിട്ട് 4 മണിക്ക് എല്ലാവർക്കും കൊടുക്കണം. അപ്പം ഞാൻ ചോദിച്ച അച്ഛാ കുടിക്കാനോ? അത് കട്ടൻ കാപ്പിയാന്ന് പറഞ്ഞു. മധുരമില്ലാത്ത കട്ടൻ കാപ്പി. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ വള്ളംകുന്നല്ലച്ഛൻ്റെ ഇവിടുത്തെ കാര്യം പറഞ്ഞത്. അപ്പോൾ അച്ഛൻ എന്നോട് പറയും, അയ്യോ സുനിൽ, അത് നല്ല ധ്യാനമാണല്ലോ. അത് പറഞ്ഞു ഇവിടെ ഉണ്ടോ? അപ്പം നിങ്ങൾക്ക് കിട്ടിയ ഭാഗ്യം എത്ര വലുതാണ്. അപ്പം എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മക്കളോട് പറയട്ടെ, ഇന്നു മുതൽ നമ്മുടെ ജീവിതത്തിൽ ഈ നന്മ തുടരണം. ഇതെൻ്റെ അമ്മ പഠിപ്പിച്ചതാണ്. എൻ്റെ അമ്മ സാധാരണ സ്ത്രീയല്ല, അച്ഛനറിയാം. എൻ്റെ അമ്മ കഴിഞ്ഞ ദിവസം വന്ന് എന്നോട് അമ്മയെക്കുറിച്ച് ചോദിച്ചു. ഉണ്ടോ? എൻ്റെ അമ്മയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ? അമ്മ എപ്പോഴും ചെറുപ്പത്തിൽ ഞങ്ങളെ നന്നായിട്ട് പഠിപ്പിച്ചൊരുക്കുമായിരുന്നു. എല്ലാ കാര്യങ്ങളും ഒരുക്കും. എങ്ങനെയാണ് പഠിപ്പിച്ചൊരുക്കുന്നത്? പറഞ്ഞു തരിക മാത്രമല്ല, എനിക്ക് ആദ്യ കുർബാനയൊക്കെയുള്ള പണ്ട് ഡ്രസ്സ് എടുത്ത് മൂന്നാറിൽ നിന്നാണ്. മൂന്നാറിൽ ഞങ്ങൾ സമ്പന്നരാണ്. അപ്പം അന്ന് പോയി എടുക്കുന്നത് മൂന്നാറിലാണ്. ഏറ്റവും വലിയ പട്ടണം. ഡ്രസ്സ് എടുത്തിട്ട് വെയിറ്റ് ഷെഡിൽ വന്ന് നിൽക്കുമ്പോൾ ഇത്രയുള്ളൊരു കുഞ്ഞ് ചെറുതാണ്. അത് ഇട്ടിരിക്കുന്നുണ്ടല്ലോ. ഈ മൂന്നാറെന്ന് പറഞ്ഞ തേയിലത്തോട്ടമാണ്, നിങ്ങൾക്കറിയാം, കണ്ണൻദേവൻ്റെ. അവിടെ ജോലി ചെയ്യുന്ന ആരുടെയോ ഈ കാക്കി നിക്കറും കാക്കി ഷർട്ടും അത് മുഴുവനും അഴുക്കാണ്. ആ നിക്കറും ഷർട്ടും അതോ വലുതാണ്. എന്നിട്ട് ഈ കൊച്ചിങ്ങനെ, ഇതിന് ക്ലിപ്പൊന്നുമില്ല, ഇങ്ങനെ കൈകൊണ്ട് പിടിച്ചിരിക്കുകയാണ്. എന്നിട്ട് ഇവൻ്റെ കയ്യിലുണ്ടല്ലോ ഒരു ദ്രവിച്ച തകരപ്പാട്ട. ഇവൻ വന്നിട്ട് എന്ത് ചെയ്യുമെന്നറിയോ? ഇങ്ങനെ ഭിക്ഷ യാചിക്കുകയാണ്. അപ്പോൾ അവിടെ നിൽക്കുന്ന വെയിറ്റ് ഷെഡി വന്നിട്ട്, അപ്പോൾ അവിടെ നിൽക്കുന്ന ചേച്ചിമാര് ഇവന് ഈ പട്ടിക്കിട്ട് കൊടുക്കില്ല എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ എറിഞ്ഞിട്ട് കൊടുക്കുവാണ്. എൻ്റെ അമ്മയുടെ അടുത്ത് പോകുന്നു. അപ്പം ഞാൻ അമ്മയുടെ അടുത്ത് ഇങ്ങനെ നിൽക്കുക. എനിക്ക് ആദ്യ കുർബാനയൊക്കെ ഉള്ളപ്പാടാണ്. ഡ്രസ്സൊക്കെ മേടിച്ചിട്ട് നിൽക്കുകയാണ്. അപ്പം അമ്മയുടെ മുഖത്തേക്ക് ഞാൻ നോക്കി ഇവനെ കണ്ടുകൊണ്ട്. അപ്പം ഞാനും ഓർത്ത് അമ്മയും കൊടുക്കും, അതാണ് ഞാൻ നോക്കിയത്. പക്ഷെ എൻ്റെ അമ്മ അവനോട് ചോദിച്ച ചോദ്യം എന്നറിയോ? അവന് പൈസ കൊടുക്കുമല്ലേ ചെയ്തേ, നീ പോരുന്നോ ഞങ്ങളുടെ കൂടെ? അമ്മ ചോദിച്ച ചോദ്യം അതാ. പെട്ടെന്ന് അവൻ അമ്മയുടെ കണ്ണിലേക്ക് ഇങ്ങനെ നോക്കി. എന്നിട്ട് ആ കൊച്ചു പറഞ്ഞു, കേട്ടോ എനിക്ക് ചേട്ടനുണ്ട്, അണ്ണൻ എന്നാണ് പറഞ്ഞത്, തമിഴിനാണ്. എനിക്ക് അണ്ണനുണ്ട്, ഞാൻ ചോദിച്ചിട്ട് വരാം. അവിടെ നിന്ന് അപ്പോൾ ഇവൻ ഓടിപ്പോയി. അവിടെ നിന്ന് സ്ത്രീകൾ പറഞ്ഞു, ചേച്ചി അവൻ തമിഴനാ, അവൻ കള്ളനാ, അവനിങ്ങനെ തെണ്ടിപ്പടിച്ചതാ, അവൻ അപ്പനുമില്ല ചേട്ടനുമില്ല, അവൻ പച്ച കള്ളവാ പറഞ്ഞതെന്ന് പറഞ്ഞു. പക്ഷേ 5 മിനിറ്റ് കഴിഞ്ഞില്ല, ഞങ്ങളിങ്ങനെ നോക്കി നിൽക്കുമ്പോഴുണ്ടല്ലോ ഇവൻ ഈ തകരപ്പാട്ട വലിച്ചെറിഞ്ഞിട്ട് ഓടിക്കതച്ചു വരുന്നുണ്ട്. ഇവൻ എൻ്റെ അമ്മയുടെ അടുത്ത് വന്നിച്ച് പറഞ്ഞു, അമ്മ അണ്ണനെ കണ്ടില്ല, ഞാൻ പോരാ. പെട്ടെന്ന് ഞാൻ കണ്ടുകൊണ്ട് നിൽക്കുക. അതാണ് എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ദൈവാനുഭവം. ഞാൻ കണ്ട കാഴ്ച എന്നറിയോ? അമ്മ ആ കൂടെ എൻ്റെ കൈ തന്നിട്ട് പറഞ്ഞു, കൊച്ചു ഇവിടെ നിൽക്ക്, ഞാനിപ്പോൾ വരാം. ഞാൻ നോക്കുമ്പോൾ അമ്മ ഈ കുഞ്ഞിനെയും പിടിച്ചുകൊണ്ട് ഓടുക. അവിടെ ഒരു റെഡിമെയ്ഡ് കടയുണ്ട്, ഇഷ്ടംപോലെ കടയുണ്ട്. നിങ്ങൾ മൂന്നാറിൽ പോയിട്ടുണ്ടെങ്കിൽ ആ ടൗണിനടുത്ത് ചുറ്റും കടയുണ്ട്. അമ്മ ഇവനെയും പിടിച്ചുകൊണ്ട് ഓടി ഒരു റെഡിമെയ്ഡ് കടയുടെ മുമ്പിൽ കൊണ്ടേ നിർത്തി. എന്നിട്ട് ആ കടക്കാരനെ വിളിച്ചു. കാരണം ഇതിനെ കടയിൽ കയറ്റാൻ പറ്റത്തില്ല, അത്രയ്ക്ക് അഴുക്കാണ്, ഇതിൻ്റെ തലമുടിയൊക്കെ ഇങ്ങനെ നീണ്ട്. അമ്മ ആ കടക്കാരനെ വിളിച്ചിട്ട് ആ കടക്കാരനോട് പറഞ്ഞു, ഒരു നിക്കറും ഷർട്ടും തരാൻ പറഞ്ഞു, പുതിയത് വില കൊടുത്ത് മേടിച്ച്.
എന്നിട്ട് ഞാൻ കണ്ടുകൊണ്ട് നിൽക്കുന്ന കാഴ്ച എന്നറിയോ, അമ്മ കീറി പറഞ്ഞത് അന്നേരം അഴിച്ചു മാറ്റി. എന്നിട്ട് ഈ നിക്കറും ഷർട്ടും ഇടിപ്പിച്ച്. എന്നിട്ട് എൻ്റെ അമ്മ എൻ്റെ കൊച്ചുവിനെ പിടിച്ചോണം കേട്ടോ, പ്രത്യേകം അവനെ നോക്കിക്കോണം. ബസ്സേ കയറിയപ്പോൾ ഉണ്ടല്ലോ, ഈ കൊച്ചിന് സീറ്റേലിരിക്കാൻ അറിയില്ല, അന്ന് നിലത്തിരുന്ന് വീട്ടിൽ കൊണ്ടുവന്നു. അമ്മ ചെയ്ത പണി എന്നറിയോ, അമ്മ ഇവനെ വെള്ളം ഒഴിച്ച് തേച്ച് കഴുകി കുളിപ്പിച്ച്. എന്നിട്ട് തലമുടി വെട്ടി, അമ്മ വെട്ടി, ഞങ്ങൾ പിടിച്ചു കൊടുക്കും. ഞങ്ങൾ 3 മക്കളാ, ഞങ്ങൾ പിടിച്ചു കൊടുക്കും. അമ്മ തലമുടി വെട്ടിയിട്ട് അമ്മ എന്ത് ചെയ്യുന്നറിയോ, ചീപ്പ് കൊണ്ട് ഇങ്ങനെ ഈരിയിടും. ആലിപ്പഴം വീഴുന്നില്ല, പേൻ വീഴുന്നത്, പേനാണ് തല നിറച്ച്. ഞാൻ ചുറ്റിക്കൊണ്ട് ഇങ്ങനെ ഇടിച്ചു കൊല്ലും. അമ്മ ഇങ്ങനെ ഈരി പേൻ മൊത്തം ഞങ്ങൾ ഇടിച്ചു പോകും. എന്നിട്ടോ അമ്മ ചോറും കറിയും വിളമ്പി വെക്കും. എന്താ പ്രത്യേകം അറിയോ, ഇതിന് കസേരയിൽ നിന്ന് നമ്മൾ കഴിക്കുന്ന പോലെ കഴിക്കാൻ അറിയത്തില്ല, നിലത്തേ ഇരിക്കുള്ളൂ. അന്ന് മുതൽ എൻ്റെ അമ്മ എന്ത് ചെയ്യുന്നറിയോ, ഒരു പായിട്ട്, എന്നിട്ട് ഞങ്ങൾ മക്കൾ 3 പേര് നിരത്തി ഇരുത്തി, ഇവനെ നടുക്കി ഇരുത്തി, എന്നിട്ട് ചോറും കറിയും വിളമ്പിയിട്ട്, എന്നിട്ടോ അമ്മ പറഞ്ഞു കുഴച്ച് കഴിക്കാൻ. ഞങ്ങൾ കുഴച്ച് കഴിക്കും. പക്ഷേ ഈ കൊച്ചു കുഴയ്ക്കും, കഴിക്കുകയല്ല. ഇവൻ എന്ത് ചെയ്യുന്നറിയോ, ഇവൻ കഴിക്കാൻ ശ്രമിക്കും, പക്ഷെ ഇത് കഴിക്കുകയല്ല. എന്നിട്ട് ഇവന് ഈ കപ്പില്ല, മുഴുത്ത കപ്പുണ്ട്, അതിനകത്ത് പച്ചവെള്ളം, അതിങ്ങനെ കുടിച്ചിട്ടുണ്ടല്ലോ, ഈ പട്ടി വളഞ്ഞു കിടക്കുന്ന പോലെ തറയിൽ കിടക്കും. ഇതിന് പായൊന്നും വേണ്ട, വെറുതെ സിമെന്റ് തറയിൽ കിടക്കും. സത്യത്തിൽ സംഭവം എന്താണെന്നറിയോ, ഇതിൻ്റെ ഷർട്ട് അഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ വാരിയലില്ലേ, അതിങ്ങനെ എണ്ണിയെടുക്കാം. വാരിയൽ എണ്ണം. ഇനി വയറില്ല, നമുക്കൊക്കെ വയറുണ്ട്, ഇതിൻ്റെ വയർ ഒട്ടിപ്പോയി. സംഭവം എന്താണെന്നറിയോ, എന്നിട്ടോ ഇത് ഭക്ഷണം കഴിക്കാതെ വന്ന് ഇതിങ്ങനെ തളർന്ന് കിടക്കും. അപ്പം അമ്മയ്ക്ക് മനസ്സിലായി ഇതിനെന്തോ രോഗമുണ്ട്. വെള്ളത്തൂല് വിമല ഹോസ്പിറ്റൽ എന്ന് പറയും, അന്ന് വലിയ ഹോസ്പിറ്റലാണ്. അമ്മ ഇവനെ കൊണ്ടുപോയി, കൂടെ ഞാനും പോയി. അവിടെ ചെന്ന്, അതാണ് എൻ്റെ അമ്മയുടെ പ്രത്യേകത, മക്കളെയും കൂടെ കൊണ്ടുപോകും. അവിടെ ചെന്ന് ഡോക്ടറോട് അമ്മ പറഞ്ഞു, ഇങ്ങനെ മൂന്നാറിൽ നിന്ന് കിട്ടിയതാ, ഇത് ഭക്ഷണം കഴിക്കുകയല്ല. ഡോക്ടർ പരിശോധിച്ചപ്പോൾ അവിടെ കണ്ണ് നിറഞ്ഞ്. സംഭവം എന്താണെന്നറിയോ, ഇവൻ ഈ അണ്ണൻ ചേട്ടനുണ്ടെന്ന് പറഞ്ഞ് കറക്റ്റാ. ഇവൻ ഈ ഭിക്ഷ യാചിക്കുന്നത് ഇവൻ്റെ ചേട്ടൻ മേടിച്ചെടുക്കും. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയോ ഈ കൊച്ച്, ഇത് വിശക്കുമ്പോൾ അതാണ് ഭയങ്കരം. എൻ്റെ മക്കളെ, നമ്മൾ വിചാരിക്കുന്നതല്ല ലോകം. ഇപ്പോഴാണ് ഈ നിങ്ങൾക്ക് എന്ത് സമ്പന്നരാണെന്നറിയാവോ, എന്ത് അനുഗ്രഹമാണെന്നറിയാവോ. പണ്ടൊക്കെ ഹൈ റേഞ്ചിൽ ഒരുപാട് ബുദ്ധിമുട്ടാണ്. എന്ത് ചെയ്യുമെന്നറിയാവോ, ഈ കൊച്ചു വിശക്കുമ്പം പണ്ട് ഈ ഹോട്ടലിൽ ഇലയ്ക്കകത്താണ് ഭക്ഷണം, പ്രത്യേകിച്ച് മൂന്നാർ തമിഴ്നാടാ, അവിടെ പ്ലേറ്റ് അല്ല ഇലയാ. അപ്പം ഈ വേസ്റ്റ് കൊണ്ടേ കളയും. അപ്പം ഇവനെന്ത് ചെയ്യുന്നറിയോ, വിശക്കുമ്പോൾ ഈ ഹോട്ടലിൻ്റെ പുറകിൽ കൂടെ വരും. എന്നിട്ട് അവിടെ വന്ന് പട്ടിയും തിന്നും, ഈ കൊച്ചു അതിനകത്തുനിന്ന് നല്ല കഷ്ണം പെറുക്കിയെടുക്കും. എന്നിട്ടോ ഇത് കഴിച്ചാൽ വിശപ്പ് പോവുമോ, ഇല്ല. അപ്പം ഇവനെന്ത് ചെയ്യുന്നറിയോ, ഈ പൈപ്പ് വെള്ളം ഇങ്ങനെ കുടിക്കും. പൈപ്പ് വെള്ളം ഇഷ്ടംപോലെ വെള്ളം കുടിക്കും. എന്നിട്ട് ഇത് വെയിറ്റ് ഷീറ്റിൽ പോയി കിടക്കും. ഡോക്ടറെ കണ്ണ് നിറഞ്ഞ്. സംഭവം എന്താണെന്നറിയോ, ഇത് ഈ പട്ടിണി കിടന്ന് ഇതിൻ്റെ അന്നനാളം ചുരുങ്ങിപ്പോയി. നമ്മൾ പറയല്ലേ, കുടല് അങ്ങനെ ചുരുങ്ങും. സമയത്ത് കൃത്യമായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ചിലർ ഈ മെലിയാനൊക്കെ ആയിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കും. ഭയങ്കര അപകടമാണിത്. ഇതിൻ്റെ കുടല് ചുരുങ്ങിപ്പോയി. ഡോക്ടറോട് അമ്മ പറഞ്ഞ്, ഇതിങ്ങനെ പോയിരുന്നെങ്കിൽ 1 മാസത്തിൽ കൂടുതൽ ഇത് പോകില്ല, വീണുപോകും. വീണാ പിന്നെ എഴുന്നേക്കിയല്ല. ഒന്ന് ഓർത്തു നോക്കിക്കേ നിങ്ങൾ. എന്നിട്ട് അമ്മയോട് പറഞ്ഞ് ഇതിനെ അരച്ച് കുറുക്ക് പോലെ കൊടുക്കാൻ. വീട്ടിൽ കൊണ്ടുവന്നിട്ട് മിക്സി ഒന്നുമില്ല, അമ്മ അരകല്ലേൽ അരയ്ക്കും. ചോറും കുറുമ്പുല്ലും ഒക്കെ അരച്ച് ഇതിനിങ്ങനെ കോരി കൊടുക്കും. ഇവനെന്നും രോഗം വരുമ്പോഴോ എൻ്റെ അമ്മ, അതാണ് എന്നെ ഏറ്റവും കൂടുതൽ സ്പർശിച്ചേക്കുന്നത്. എൻ്റെ അമ്മ ഇവനെ കെട്ടിപ്പിടിച്ച് കരയും, ഇവനെ ചേർത്ത് പിടിച്ച്, ശരിക്കും സ്വന്തം കുഞ്ഞിനെ പോലെ. അന്ന് ഞാൻ ഓർത്തിട്ടുണ്ട്, അമ്മ എന്തിനാണ് കരയുന്നത്, കാരണം അമ്മയുടെ കുഞ്ഞല്ലല്ലോ. പക്ഷെ പിന്നീടാണ് എനിക്ക് മനസ്സിലായത്, എൻ്റെ അമ്മയ്ക്ക് സ്നേഹമാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, അമ്മ അവനെ വളർത്തി വലുതാക്കി. നിങ്ങൾ വിശ്വസിക്കുമല്ലോ അറിയില്ല, അവന് 4 മക്കളുണ്ട്. ഇപ്പം 4 മക്കൾ പലയിലുണ്ട്. അപ്പച്ചൻ മരിച്ചപ്പോൾ അവനാണ് തലയ്ക്കൽ പെട്ടിയെടുക്കാൻ. അത് മാത്രമല്ല, ഇപ്പോഴും അവൻ വരും, അമ്മ വിളിക്കും, ഓടി വരും. അവൻ ഈ മണ്ണിൽ വേറെ ആരുമില്ല, ഞങ്ങളല്ലാതെ. സിസ്റ്റേഴ്സാണ് അവൻ്റെ ഒരു പെങ്കൊച്ചിന്, നല്ലൊരു പെൺകുട്ടിയെ, അവൾ മടത്തി തയ്ക്കുന്നതായിരുന്നു. മദർ ഇങ്ങനെ പറഞ്ഞ്, അങ്ങനെയാണ് ഈ ആലോചന വരുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ കഴിഞ്ഞ ദിവസം അവൻ്റെ മൂത്ത കൊച്ച് ജർമ്മനിക്ക് പോയി. അപ്പോൾ അവൻ വീട്ടിൽ വന്നപ്പോൾ ആദ്യം ഇങ്ങനെ കല്യാണം വന്നപ്പോൾ അവൻ ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ, എന്നെ ഇങ്ങനെ കിട്ടിയതാണെന്ന് മാത്രം പറയരുത്. ബാക്കിയെല്ലാം പറഞ്ഞു, എനിക്ക് ആരുമില്ലെന്ന് പറഞ്ഞു, എനിക്ക് കുഴപ്പമില്ല, എന്നെ ഇങ്ങനെ കിട്ടിയതാണെന്ന് പറയരുത്. സത്യത്തിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇപ്പോൾ വരുമ്പോഴും എൻ്റെ പോക്കറ്റിൽ നിന്ന് അമ്മ അവന് നിറച്ചു കൊടുക്കും. എൻ്റെ അപ്പനും അമ്മയാണ് എന്നെ ഇങ്ങനെ പഠിപ്പിച്ചത്.
അതുകൊണ്ട് ഞാൻ മക്കളോട് വ്യക്തമായിട്ട് പറയട്ടെ, നമ്മൾ ഓർക്കും പാപം ചെയ്യാതിരുന്ന സ്വർഗത്തിൽ പോകൂ, പാപം ചെയ്യാതിരുന്ന സ്വർഗത്തിൽ പോകൂ. ഉണ്ടോ? ഇവിടെയാണ് വെളിച്ചം കണ്ടത്. പാപം ചെയ്യാതിരുന്നാൽ മാത്രം പോരാ, പാപം ചെയ്യാതിരിക്കണം. രണ്ട്, നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ പരീക്ഷ പാസ്സാകണം, ഈ പരീക്ഷ പാസ്സാകണം. അതുകൊണ്ടാണ് യാക്കോബിന്റെ ലേഖനത്തില് അതിന്റെ 4-ാമത്തെ അധ്യായം അവിടെ ഇപ്രകാരമാണ് പറയുന്നത്. യാക്കോബ് 4:17 ഞാനൊന്ന് വായിക്കാം. ചെയ്യേണ്ട നന്മ ഏതാണെന്ന് അറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നവൻ പാപം ചെയ്യുന്നു. ശ്രദ്ധിച്ചോണം. ചെയ്യേണ്ട നന്മ ഏതാണെന്ന് അറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നവൻ എന്ത് ചെയ്യുന്നു? പാപം ചെയ്യുന്നു. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ ഇത്രയും നാളും കുമ്പസാരിച്ചിട്ട് ഇതുവരെ എനിക്ക് ഇന്ന പോലെ നന്മ ചെയ്യാൻ അവസരം ഉണ്ടായിരുന്നു വെച്ചാ എനിക്കത് ചെയ്യാൻ പറ്റിയില്ല, എനിക്കത് ചെയ്യാം, ഇനി ഞാനത് ചെയ്തോളാം എന്ന് പറഞ്ഞു കുമ്പസാരിച്ച് എത്ര പേരുണ്ട്? ചെയ്യേണ്ട നന്മ ഏതാണെന്ന് അറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുക. എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അനുഗ്രഹം, പിള്ളേർ പുറത്തു പോയി പഠിക്കുന്നതിനെ കുറിച്ചൊക്കെ പലതും പറയും. പക്ഷെ എൻ്റെ 2 മക്കളും ചെന്നൈ പഠിച്ച് സ്റ്റെല്ല മെഡിസിൻ പറഞ്ഞ കോളേജിൽ പഠിച്ച്, ഞാൻ പറഞ്ഞില്ല ഇന്നലെ കഴിഞ്ഞ ദിവസം. അത് കഴിഞ്ഞിട്ട് ഇളയവള് പോയത് ജർമ്മനിയിലാണ്. അവളിപ്പം PhD എടുക്കുവാണ്. അപ്പം അവർ അവധിക്ക് വന്നപ്പോൾ ഞാൻ ഓർക്കുക, ഞങ്ങൾ തൊടുപുഴ പോയി സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട്. അപ്പം വെള്ളം മേടിച്ച് കുടിച്ചിട്ട് ആ കുപ്പി കളയാനായിട്ട് തുടങ്ങിയപ്പോഴത്തേനും എൻ്റെ ഇളയമോള് ചാടി എന്ത് ചെയ്ത് അവളെ മമ്മിയെ കയ്യെ കയറി പിടിച്ചു. അവളൊന്ന് കുപ്പി എറിയരുത് എന്തോ. എന്നിട്ട് ഞാൻ നോക്കുമ്പോൾ ഞാൻ കണ്ട കാഴ്ച എന്നറിയോ, അവളുടെ കയ്യിലൊരു കിറ്റ്, അവൾ ഒരു ചെറിയ സഞ്ചിയുണ്ട്, ഒരു തുണി സഞ്ചി പോലെ, ജർമ്മനിയിൽ നിന്ന് കൊണ്ടുവന്ന. അവൾ ആ വേസ്റ്റ് എല്ലാം അതിനകത്താണ് ഇടുന്നത്. എന്നിട്ട് അവൾ എന്നോട് പറയാ, പപ്പ ഒരിക്കലും ഈ വേസ്റ്റ് മണ്ണിലേക്ക് എറിയരുത്. മൂത്തവളാണെങ്കിലും വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു, അവരുണ്ടല്ലോ അവരുടെ കയ്യിൽ അത് സൂക്ഷിച്ചിരിക്കുക. എന്നിട്ട് അത് ഓരോ സ്ഥലത്തും വ്യക്തമായിട്ട് കൊണ്ടുപോയി അവരത് എന്താണ് അത് കളയുന്നത്. എൻ്റെ മക്കൾ 2 കാര്യമാണ് പറഞ്ഞത്. ഒന്ന്, വെള്ളത്തിൽ വേസ്റ്റ് എറിയരുത്. 2, ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ, കളയരുത്, ചാടി പിടിക്കുക കയ്യിൽ. അപ്പൊ ഞാൻ ഓർക്ക് ചെയ്തേ, എൻ്റെ കുഞ്ഞിന് കിട്ടിയ ബോധ്യം എന്ത് വലുതാണ്. അത് നന്മയാണ്. നമ്മുടെ ജീവിതത്തിൽ ഇവിടെ ശ്രദ്ധിച്ചോണേ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും ഓർക്കണം, ചെയ്യേണ്ട നന്മ ഏതാണെന്ന് അറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുക. 2 കാര്യം മക്കളോട് പറയട്ടെ. ഒന്ന്, നാം മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് കടപ്പാടുണ്ടാകണം. പോകുന്ന വഴികൾ ജീവിതത്തിൽ ഒരിക്കലും മറക്കരുത്. പോകുന്ന വഴികൾ എപ്പോഴും ഓർക്കണം. പോകുന്ന വഴികൾ എന്ന് വെച്ചാലോ, നമ്മുടെ ജീവിതത്തിൽ നമ്മളൊക്കെ ഇങ്ങനെ ആയിത്തീരാൻ, ഞാനിങ്ങനെ ആയിത്തീരാൻ അതിൻ്റെ പിന്നിൽ ഒരുപാട് പേര് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒന്ന്, നമ്മൾ ഓർത്തോണം, മാതാപിതാക്കളോടുള്ള കടപ്പാട് പ്രത്യേകം ഓർക്കണം. ഒരു ദിവസം ഒരു നന്മയെങ്കിലും എൻ്റെ പപ്പയ്ക്കും മമ്മിക്കും ചെയ്തിട്ടേ ഞാൻ കിടന്നുറങ്ങാവൂ. നമ്മളെപ്പോഴും ഓർക്കണം. അപ്പം നമുക്ക് കടപ്പാടുണ്ടാകണം. ആരോട്? പപ്പയോടും മമ്മിയോടും വീടിനോടും. 2, നമ്മളെ പഠിപ്പിച്ച അധ്യാപകരോട്. 3, സഭയോട്, വൈദികര്, സന്യസ്തര്. നമ്മൾ ഓർക്കണം, ഈ ദിവസങ്ങളിലൊക്കെ സിസ്റ്റേഴ്സും അതുപോലെ അച്ഛനൊക്കെ പുറകെ ഇരുന്നു കൊണ്ട് നമ്മളെ അല്ലെങ്കിൽ നമ്മുടെ കൂടെ നടന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമുക്ക് എന്തുണ്ടാകണം? കടപ്പാടുണ്ടാകണം. 4, ചേട്ടൻ പറയട്ടെ, ഈ പ്രകൃതിയോട് നമുക്ക് കടപ്പാടുണ്ടാകണം. എന്തു മനോഹരമാണെന്നറിയോ നമ്മുടെ പ്രകൃതിയൊക്കെ, എന്തു മനോഹരമാണ് നമ്മുടെ എയർ, വായു. ചേട്ടന് ഈ കഴിഞ്ഞ ദിവസം ധ്യാനം അഹമ്മദാബാദ് ജെസ്യൂട്ട് ഫാദേഴ്സിന്റെ അവിടെ ചെന്നപ്പോഴേ എന്നോട് ഓവേലിൽ എന്ന് പറയും അച്ഛൻ, ഓവേലിൽ ചങ്ങനാശ്ശേരി രൂപതക്കാരനാ, ഈശോ സഭക്കാരനാ. അച്ഛനോട് ആദ്യം പറഞ്ഞത്, സുനിലെ ഇവിടുത്തെ വെള്ളം കുടിച്ചേക്കരുത്. ഞാൻ എന്താ പെട്ടെന്ന് അച്ഛനോട് പറയാം, മോനെ വെള്ളം കുടിച്ചാൽ ഭയങ്കര സാന്ദ്രതയാ, തിരിച്ചു പോകുമ്പോൾ നിന്റെ കിഡ്നി കണ്ടെന്ന് വരത്തില്ല. വെള്ളം കുടിക്കരുതെന്ന്. 2, നിങ്ങൾക്ക് അറിയണോ, ഞാൻ കയറി കുളിച്ചിട്ട് തലമുടി തോർത്തിയപ്പോ തലമുടി എങ്ങനെ ഇരിക്കുന്നോ, സ്പ്രിങ് പോലെ ഇരിക്കുന്നു എൻ്റെ തലമുടി. ഞാൻ ഓർത്ത് എൻ്റെ ഗ്ലാമർ എല്ലാം പോയല്ലോ തമ്പുരാൻ. എന്നിട്ടോ തോർത്ത് കഴുകിയിട്ട് ഞാൻ അയലിട്ടു. 5 മിനിറ്റ് കഴിഞ്ഞില്ല, അത് ഉണങ്ങി വടി പോലെ ഇരിക്കുന്നു, വടി പോലെ. മുഖം തുടയ്ക്കാൻ എടുത്തപ്പോഴോ ചവിട്ടി ഓടിച്ചാ ഞാൻ മുഖം തുടച്ചത്. ഞാൻ അന്നേരം ഓർത്തു കേട്ടോ, നമ്മുടെ ഇവിടുത്തെ വെള്ളം, ഇവിടുത്തെ വായു, ഇവിടുത്തെ മണ്ണ്. അതുകൊണ്ട് പൊന്നുമക്കളോട് പ്രത്യേകം പറയട്ടെ, നമുക്ക് എല്ലാത്തിനോടും കടപ്പാടുണ്ടാകണം. എന്ന് വെച്ചാൽ എന്താ? ജീവിതത്തിൽ നാം ചെയ്യേണ്ട നന്മ ഏതാണെന്ന് അറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നത് എന്താണ്?
പാപമാണ്. അപ്പോൾ പ്രത്യേകം പറയട്ടെ, ഒരു ദിവസം ഒരു നന്മയെങ്കിലും ചെയ്യണം ചെയ്യണം ചെയ്യണം. ചെയ്യാതെ കിടന്നുറങ്ങരുത്. എൻ്റെ അമ്മ എന്നെ ഇത് പഠിപ്പിച്ചാണ്. ഇനി ഒന്നല്ല, ഒരുപാടുണ്ട്. ഹൈ റേഞ്ചിൽ തോപ്രാംകുടി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ഞങ്ങളുടെ ബന്ധുവിൻ്റെ കൊച്ചിൻ്റെ ആദ്യ കുർബാന കൊള്ളപ്പാട്. ഞങ്ങൾ തലേ ദിവസം പോയതാണ്. രാവിലെ എല്ലാവരും പള്ളിയിലേക്ക് പോവുക. അപ്പോഴെന്താ പ്രത്യേകത എന്നറിയോ? അവർ ഭയങ്കര സമ്പന്നരാണ്. അവര് രാവിലെ ഞങ്ങൾ പള്ളിയിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ അവിടുത്തെ വേലക്കാരി, ആ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്ന വേലക്കാരിയുണ്ട്. ആ വേലക്കാരിയുടെ കൊച്ചിനെ പെരയുടെ പുറകിലിട്ട് അടിക്കുന്ന എങ്ങനെയെന്നറിയോ? വടി കൊണ്ടല്ല, അവിടെ കിടക്കുന്ന ഒരു പത്തലെടുത്തിട്ട് ഇതിന് പുറത്തിട്ട് അടിക്കുക. ഇവൻ എന്ത് ചെയ്യുമെന്നറിയോ? ഇവൻ്റെ അമ്മയാണ്, ഇവൻ്റെ അമ്മയ്ക്കിട്ട് ഇവൻ തിരിച്ചടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ എൻ്റെ അമ്മ ഇത് കണ്ടു. ബാക്കി എല്ലാവരും കാണുന്നുണ്ട്, അവരാരും മൈൻഡ് ചെയ്തില്ല. എൻ്റെ അമ്മ ഇത് കണ്ടു. അമ്മ കയറി ഇവരെ വട്ടം പിടിച്ച്. അമ്മ ചോദിച്ചു, ഇങ്ങനെയാണ് പിള്ളേരെ തല്ലുന്നത്? പെട്ടെന്ന് ആ സ്ത്രീ നൊലോളിച്ച് കരഞ്ഞുകൊണ്ട് പറയാ, ചേച്ചി ഇവന് പള്ളിയിൽ പോണം. അമ്മ ചോദിച്ചു, പള്ളിയിൽ പോണേ പള്ളി വിട്ടാ പോരെ? പെട്ടെന്ന് അത് നൊലോളിച്ചോണ്ട് പറയുക, ഇതിന് നിക്കറും ഷർട്ടും ഇല്ല. ഇനി കേൾക്കണോ? ഞങ്ങളുടെ ബന്ധുവിൻ്റെ കൊച്ചിൻ്റെ ആദ്യ കുർബാനയോ കളപ്പാട്, അതിന് ഡ്രസ്സ് എടുത്തേക്കുന്ന എവിടുന്നറിയോ? എറണാകുളം ശീമാട്ടിന്ന്. അവരുടെ വേലക്കാരിയാണ് ഈ സ്ത്രീ. ഇനി കേൾക്കണോ? ഇതിന് 3 പെൺപിള്ളേരുണ്ട് മക്കളായിട്ട്, ഒരാണും. ആ പെൺപിള്ളേരും ആ മൂലയിൽ ഇരിപ്പുണ്ട്. അതുങ്ങൾക്ക് വിടാനും ഒന്നുമില്ല. സത്യത്തിൽ ഇവന് ഈ ഒരുക്കങ്ങളൊക്കെ കണ്ടിട്ട് ഞങ്ങളുടെ കൂടെ കാറേ കയറി പള്ളി വരണം. അതിനിവൻ അമ്മയോട് എന്ന് നിക്കറും ഷർട്ടും ചോദിച്ചാണ്. കൊടുക്കാനില്ല. അപ്പൊ ഇവനെന്ത് ചെയ്തു? ഇവനെ പിടിച്ച് തള്ളി. അപ്പൊ ഇവൻ പുറകിൽ നിന്ന് അമ്മയ്ക്കിട്ട് അടിച്ച്. അതിനാണ് പുറത്തിട്ട് അടിക്കുന്നത്. പെട്ടെന്നുണ്ടല്ലോ ഇവരാ 10 താഴെ ഇട്ടിട്ട് ഇവനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് ഉമ്മ കൊടുത്തിട്ട് പറഞ്ഞു, ചേച്ചി ഞാൻ അടി നിർത്തി, ഞാനിതിനെ വിട്ടു. അമ്മ ചോദിച്ചു, വിട്ടു? ആർക്ക്? സർക്കസുകാർക്ക്. എത്ര രൂപയ്ക്ക്? 1500 രൂപയ്ക്ക്. 1500 രൂപയ്ക്ക് അതിനെ വിട്ട്. അമ്മ ചോദിച്ചു, പൈസ കിട്ടിയോ? പെട്ടെന്ന് അത് ആ ചേച്ചി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, 250 രൂപ ഏജന്റ് തരും, ബാക്കി കൊണ്ടുപോകും. തന്നു, ബാക്കി കൊണ്ടുപോകുമ്പം തരും. അമ്മ ചോദിച്ചു, തിരിച്ചു തരുമോ? തിരിച്ചു തരികയല്ല, സർക്കസ് പഠിപ്പിച്ച് കളിച്ചു കഴിയുമ്പം എന്തെങ്കിലും തരും. എന്നിട്ടുണ്ടല്ലോ ഇവര് കെട്ടിപ്പിടിച്ച് ഈ കൊച്ചിന് ഉമ്മ കൊടുക്കുക. ഞാൻ മക്കളോട് പറയട്ടെ, ഇന്നുണ്ട് ഈ സംഭവം, ഇന്നുമുണ്ട്. അമ്മ എന്നോട് പറഞ്ഞു, മോനെ അതിനെ വിറ്റടാ സർക്കസുകാർക്ക്. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മയെ നമുക്ക് അതിനെ തിരിച്ചു മേടിക്കണം. അമ്മ ഇവരെ കൂട്ടി വണ്ടി എടുത്ത് ഞങ്ങൾ പോയി. അവിടെ ചെന്ന് അയാള് ആദ്യം സമ്മതിച്ചില്ല. അപ്പൊ അമ്മ പറഞ്ഞു, കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പൊ അയാൾ സമ്മതിച്ച് കൊടുത്ത കാശ് 250 തിരിച്ചു കൊടുത്ത അമ്മ. എന്നിട്ട് ഇവനെ മേടിച്ചിട്ട് എന്ത് ചെയ്യുന്നറിയോ? ഞങ്ങളുടെ കൂടെ വണ്ടിയെ കയറ്റി കൊണ്ടുപോകുന്നു. പന്നിയാറ് കൂട്ടി കൊണ്ട് അപ്പൻ ചേർത്ത് സ്കൂളിൽ ചേർത്ത്. എൻ്റെ അപ്പനാണ് അവൻ്റെ അപ്പൻ, എൻ്റെ അമ്മയാണ് അവൻ്റെ അമ്മ. നിങ്ങൾക്കറിയണോ? അവൻ 3 വർഷം പഠിച്ച് പിന്നെ പോകില്ല, അത് പഠിക്കില്ല. എൻ്റെ അമ്മ വളർത്തി വലുതാക്കി അവനെ. ഞാൻ മിടുക്കനാണെന്നറിയാവോ? ഞങ്ങളുടെ സമ്പത്തൊക്കെ ഇടയ്ക്ക് പോയി, വണ്ടി പരിപാടി, ഏലക്ക കൃഷിക്കൊക്കെ പോയി. അങ്ങനെ സമ്പത്തൊക്കെ നഷ്ടപ്പെട്ടപ്പോഴോ ഞാൻ ഇന്നും ഓർക്കുക, എൻ്റെ അപ്പൻ 1 ഏക്കർ റബ്ബർ തോട്ടം അവന് എഴുതി കൊടുത്തു. ജീവിതത്തിൽ ഞാൻ എപ്പോഴും ഓർക്കും. അങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് നന്മ എൻ്റെ അമ്മയിലൂടെ ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം എന്നറിയോ? എൻ്റെ മാതാപിതാക്കളാണ് ജീവിതത്തിൽ. അതുകൊണ്ടോ ഞാൻ എൻ്റെ മക്കളോട് 2 പേരോടും പറയും, ഒരു നന്മയെങ്കിലും ഒരു ദിവസം ചെയ്യണം. അതുകൊണ്ട് എൻ്റെ 2 മക്കളുടെയും നന്മ ഞാൻ പറയാം. ഒന്ന്, എൻ്റെ ആഗ്നസ് ഇളയ മോള്, അവൾ രാമപുരത്ത് +1 പഠിക്കുമ്പം അവളുടെ കൂടെ പഠിക്കുന്ന കൊച്ചിൻ്റെ അമ്മ മരിച്ച്. അപ്പൻ ഹോട്ടൽ തൊഴിലാളിയാണ്, അമ്മ മരിച്ച്. ഒരാങ്ങളെയുണ്ട്. അവൾ എപ്പോഴും ക്ലാസ്സിൽ ഇരുന്ന് കരയും. അപ്പം ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞിട്ടുണ്ട്, എല്ലാ ദിവസവും നന്മ ചെയ്യണം. അതുകൊണ്ട് എനിക്ക് കിട്ടിയ ഭാഗ്യമുണ്ടെന്നറിയോ? എൻ്റെ മക്കളെ ഏറ്റവും വലിയ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സമ്പത്ത് എൻ്റെ മക്കളാണ്. എന്താ? കൊച്ചു വന്നിട്ട് എന്നോട് പറഞ്ഞു, പാപ്പാ അവളിങ്ങനെ ഇരുന്ന് കരയുക, ഞാൻ വീട്ടിലൊരു ദിവസം വിളിച്ചോണ്ട് വരട്ടെ? ഞാൻ പറഞ്ഞു, വിളിച്ചോണ്ട് വന്നപ്പം എൻ്റെ മോള് പറഞ്ഞു, അവളുടെ അമ്മയുടെ ചേച്ചിയുടെ വീട്ടിലാണ് നിൽക്കുന്നത്, അവളുടെ കയ്യിൽ പൈസയൊന്നുമില്ല, ഞാൻ ഇച്ചിരി പൈസ എടുത്ത് കൊടുക്കട്ടെ? ഞാൻ പറഞ്ഞു, എടുത്ത് കൊടുക്കാൻ. പരീക്ഷ എടുത്തപ്പോൾ എന്നോട് പറഞ്ഞ് അവളെയും കൂടെ വീട്ടിൽ കൊണ്ട് നിർത്തി പഠിപ്പിക്കട്ടെ? ഞാൻ പറഞ്ഞു, പഠിപ്പിക്കാൻ. നിങ്ങൾക്കറിയണോ, അവൾക്ക് 80% മാർക്ക് കിട്ടി +2 സയൻസിന്. അപ്പം നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോഴോ, പ്രിയപ്പെട്ട മക്കളോട് പറയട്ടെ, ചേട്ടൻ ഒരു കാര്യം വ്യക്തമായിട്ട് പറയട്ടെ, നിങ്ങളുടെ ഒരു കാര്യത്തിലും ദൈവം കുറവ് വരുത്തിയല്ല. എൻ്റെ മോള് +2 കൂടെ പഠിച്ച കൊച്ചിനെ പഠിപ്പിച്ചില്ലേ? അതിൻ്റെ അനുഗ്രഹം എന്നറിയോ? ഒറ്റ എഴുത്തിന് തന്നെ നമുക്ക് B2 പാസ്സായി. ഒറ്റ എഴുത്തിന് തന്നെ. ഒരിക്കൽ പോലും ഒരു കാര്യത്തിനും ദൈവം കുറവ് വരുത്തിയിട്ടില്ല. കൊളോൺ യൂണിവേഴ്സിറ്റി കിട്ടുക അസാധ്യമാണ്. ഇപ്പൊ PhDക്ക് കയറുന്നു. PhD കിട്ടാൻ അസാധ്യമാണ്. പക്ഷേ കൊച്ചെവിടെ ചെല്ലുമ്പോഴും അനുഗ്രഹം കിട്ടുകയാണ്.
അതിൻ്റെ കാരണം എന്നാണെന്നറിയോ? അവൾ ഒരു ദിവസമെങ്കിലും നന്മ ചെയ്യാതെ കിടക്കുകയില്ല. കഴിഞ്ഞ ദിവസം ജർമ്മനിയിൽ നിന്നൊരു സായിപ്പ് വന്നിരിക്കുക, റോബർട്ട്. തോമസ് അച്ഛൻ കണ്ടു. തോമസ് അച്ഛനോട് സംസാരിച്ച് പള്ളിയിൽ അയാൾ എല്ലാ ദിവസവും പള്ളിയിൽ പോയിരിക്കുമായിരുന്നു, പ്രാർത്ഥിക്കുമായിരുന്നു. അയാൾ വന്നിട്ട് അച്ഛൻ എന്നോട് പറയതേ, ഒരിക്കലും ജർമ്മൻകാരങ്ങനെ വരുന്നല്ല നമ്മളോട്. ആ മനുഷ്യൻ പറഞ്ഞ വാക്ക് കേൾക്കണോ? ആഗ്നസ്. അയാൾ പറയും ആഗ്നസ് എന്ന് പറഞ്ഞാൽ അയാൾക്ക് ജീവനാണ്. അയാൾ അവിടുത്തെ വലിയ ഒരു കമ്പനിയുടെ മാനേജരാണ്. ആ മനുഷ്യനാണ് എൻ്റെ മോൾക്ക് ബാങ്കിലെ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് അക്കൗണ്ട് എല്ലാം എടുത്തു കൊടുത്തത്, എല്ലാ കാര്യങ്ങളും. അതിന് കാരണം എന്താണെന്നറിയോ? ആ മനുഷ്യൻ എപ്പോഴും നമ്മളെ വാച്ച് ചെയ്ത് നോക്കും. അപ്പോൾ മോൾ ചെയ്യുന്ന ഓരോ നന്മകളും. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളോട് പറയട്ടെ, ഇന്നു മുതൽ നമ്മൾ സ്നേഹിക്കണം. എങ്ങനെ സ്നേഹിക്കണം? അവിടെയാണ് പ്രധാനപ്പെട്ട കാര്യം. യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ 13-ാമത്തെ അധ്യായം, ഇതും കൂടെ പറഞ്ഞുകൊണ്ട് ഈ സെക്ഷൻ നിർത്തുകയാണ്. 13-ാമത്തെ അധ്യായത്തിൽ 34 മുതലുള്ള തിരുവചനം, 13-34, ഈശോ പറയാണ്, ഞാൻ പുതിയൊരു കൽപ്പന നിങ്ങൾക്ക് നൽകുന്നു. എന്താണ്? നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. അടുത്ത വചനം, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് അതുമൂലം എല്ലാവരും അറിയും. കണ്ടോ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത്? ഈശോ പറയാണ്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ. ഈശോയുടെ സ്നേഹത്തിന്റെ പ്രത്യേകത എന്നറിയോ? ഈശോയുടെ സ്നേഹത്തിന്റെ പ്രത്യേകത അൺകണ്ടീഷണൽ ആവുക എന്ന് വെച്ചാൽ പ്രതിസ്നേഹം ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. ഇതുപോലെ വേണം. അപ്പം നമ്മൾക്ക് ആര് നമ്മളെ സ്നേഹിച്ചോളും? നമ്മൾ ആർക്ക് നന്മ ചെയ്താലും ആര് സ്നേഹിച്ചോളും? ഈശോ സ്നേഹിച്ചോളും കേട്ടാ. അതുകൊണ്ട് പൊന്നുമക്കൾ, ഇന്നു മുതൽ ആര് തന്നില്ലേലും കർത്താവ് നിങ്ങൾക്ക് തരും. ഒന്നിനും ഒരു കുറവും വരുത്തത്തില്ല ജീവിതത്തിൽ. തമ്പുരാൻ തന്ന ഭവനമാണ് എൻ്റെ ഭവനം. ഞാൻ എപ്പോഴും ഓർക്കും, എൻ്റെ വീട്ടിൽ എപ്പോഴും ഉണ്ട്. എൻ്റെ അമ്മയുടെ പ്രത്യേകത അറിയോ? ഈ അലഞ്ഞു നടക്കുന്ന മാനസികകളെ കണ്ട് അമ്മ വിളിച്ചുകൊണ്ട് വരും, വീട്ടിൽ കൊണ്ടുവന്ന് കുളിപ്പിക്കും. അങ്ങനെ 80ഓളം മാനസികകൾ എൻ്റെ അമ്മ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അത് 2 പേര് എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. ഒരു പെണ്ണ് 24 വർഷം ഉണ്ടായിരുന്നു, റോസമ്മ. 2 കൈയും കയറുകൊണ്ട് കെട്ടിയിട്ടിരുന്ന ചേലച്ചോട്ടിൽ എൻ്റെ അമ്മ പോയി അഴിച്ചോണ്ട് വന്നു, മൂലമറ്റത്ത് അഡ്മിറ്റ് ചെയ്തു. 1 മാസം കിടന്നപ്പോൾ അത് സുഖപ്പെട്ട് അമ്മ വീട്ടിൽ വിളിച്ചോണ്ട് വന്നു. 24 വർഷം. കൊറോണയ്ക്ക് തൊട്ടു മുമ്പാണ് അവൾ മരിച്ചത്. കൊറോണയ്ക്ക് തൊട്ടു മുമ്പ്. അവസാനം പാലം മരിയനിലാണ് കിടന്നത്. അതിൻ്റെ കരൾ ദ്രവിച്ചു പോയി. രാവിലെ ഡോക്ടർ വന്നപ്പം ഡോക്ടർ പറഞ്ഞു ആ സ്ത്രീ മരിച്ചു പോകുന്നു. അവളത് കേട്ടു. ഞാൻ അസീസി പ്രസംഗിച്ചിട്ട് ചോറും മേടിച്ചുകൊണ്ട് ചെല്ലുമ്പം അവൾ എഴുന്നേറ്റിരുന്നു. അവൾ എന്നെ സുനിച്ചേട്ടൻ എന്നാണ് വിളിക്കുന്നത്. സുനിച്ചേട്ടാ, ഞാൻ മരിക്കുമെന്ന് ഡോക്ടർ പറഞ്ഞു. പെട്ടെന്ന് ഞാൻ അവളോട് ചോദിച്ചു, മരിച്ചാൽ നീ എവിടെ പോകും? അവൾ എന്നോട് പറഞ്ഞ വാക്ക് കേൾക്കണോ? ഞാൻ സ്വർഗത്തിലേ പോകൂ. ഉണ്ടോ? ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞാൻ അവളോട് ചോദിച്ചു, സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നീ ആരെയൊക്കെ ഓർക്കും? അവൾ കൈകൂപ്പിട്ട് എന്നോട് പറഞ്ഞ വാക്ക് കേൾക്കണോ? 1 സുനിച്ചൻ, 2 എന്നോട് പറഞ്ഞ അമ്മുക്കുട്ടി, എൻ്റെ മൂത്ത മോള്. എൻ്റെ മക്കളെ ഏറ്റവും വലിയ നന്മ എന്നറിയോ? മക്കള് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കും. ആച്ചമ്മയെന്നാണ് വിളിക്കുന്നത്. എന്ത് കിട്ടിയാലും ആച്ചമ്മയ്ക്ക് കൊണ്ട് കൊടുക്കുമായിരുന്നു. ആച്ചമ്മയ്ക്ക് ജീവനാണ്. എന്നോട് പറയാ, അമ്മുക്കുട്ടിയെ ഞാൻ എന്നും ഓർക്കും. അവസാനം അത് രാമപുരത്ത് അടക്കാൻ പറ്റിയില്ല. അടക്കിയത് രാജക്കാട് കരുണാഭവൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. എൻ്റെ കരൾ ദ്രവിച്ചുപോയി. പക്ഷെ നിങ്ങൾക്കറിയണോ, ഈയിടെ ഞാൻ തൃശ്ശൂർ പ്രസംഗിക്കാൻ കയറിയപ്പം 4 പേര് എൻ്റെ തലയ്ക്ക് വെച്ച് പ്രാർത്ഥിച്ച്. അതിലൊരാൾ എന്നോട് ചോദിച്ചു, റോസമ്മ എന്ന് പറഞ്ഞ പേര് കാണിക്കുന്നു, ബ്രദറിൻ്റെ ആരാ? ഞാൻ പറഞ്ഞു, എൻ്റെ ഒരു പെങ്ങളാ. പെട്ടെന്ന് ചോദിച്ചു, മരിച്ചു പോയതാണോ? ഞാൻ പറഞ്ഞതേ. എന്നോട് പറയുക, അവൾ സ്വർഗത്തിൽ നിൽക്കുന്നതായിട്ട് കാണിക്കുന്നു. എന്തോ? അപ്പോൾ പൊന്നുമക്കളോട് പറയട്ടെ, ഇന്നു മുതൽ നിങ്ങൾ എന്ത് ചെയ്യണം? നന്മ ചെയ്യാൻ തുടങ്ങണം കേട്ടോ. എല്ലാ തരത്തിലും പപ്പയ്ക്ക് ചെയ്യണം, മമ്മയ്ക്ക് ചെയ്യണം. ഇടവക വന്നാൽ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ ആക്റ്റീവ് ആകണം. ഒരു ബസ്സേ കയറി പ്രായമായ ഒരാൾ വന്നു, അപ്പോഴേ നമ്മൾ ചാടി എഴുന്നേക്കണം, പിടിച്ചിരുത്തണം. അതുപോലെ തന്നെ നൊമ്പരപ്പെടുന്ന ഒരു മനുഷ്യനെ കണ്ട് നമ്മൾ അടുത്ത് ചെല്ലണം. അതാണ് ജീവിതത്തിൽ നമ്മൾ എപ്പോഴും ഓർക്കണം. അതുകൊണ്ട് പൊന്നുമക്കളെ, ഈ ധ്യാനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ അഭിഷേകം ചെയ്യണം. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കണ്ണുകൾ അടച്ച് കരങ്ങളൊന്ന് ഹൃദയത്തോട് ചേർത്ത് വെച്ച്, കരങ്ങളൊന്ന് ഹൃദയത്തോട് ചേർത്ത് വെക്കാവോ? കണ്ണുകളൊന്ന് അടയ്ക്കാവോ? പ്രാർത്ഥിക്കുന്നത് മനുഷ്യന്റെ മുമ്പിലല്ല, ദൈവത്തിൻ്റെ മുമ്പിലാണ്. ഈശോ നമ്മളെ കാണുന്നുണ്ട്. മനുഷ്യൻ കാണുന്നത് പുറമേയുള്ള കാര്യങ്ങളാണ്. ദൈവം കാണുന്നത് നമ്മുടെ ഉള്ളാണ്. ഉള്ളറിയുന്നവനാണ് ദൈവം. തമ്പുരാൻ നമുക്ക് തന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്നാ? 1, കത്തോലിക്ക സഭയെ ജനിക്കാനുള്ള ഭാഗ്യം തന്നു. എന്തൊരു അനുഗ്രഹമാണ്. 2 തന്നത് എന്താ? കത്തോലിക്ക മാതാപിതാക്കൾ ജനിക്കാനുള്ള ഭാഗ്യം തന്നു. 3, നല്ല സമ്പത്ത്, ആരോഗ്യം, കഴിവുകൾ, എന്തെല്ലാം നന്മകളാ. നല്ല സ്കൂള്, നല്ല ഇടവക തന്നതെല്ലാം
എന്തുമാത്രം വചനം ഇങ്ങനെയാ പറയുന്നത്, കൂടുതൽ തന്നവരോട് കൂടുതൽ ചോദിക്കും. ഉണ്ടോ? ഇത്രമാത്രം നന്മ തന്നിട്ട് ഒന്ന് പരിശോധിച്ചു നോക്കിക്കേ, എന്തോരം നന്മ എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ ഒരുപാട് സ്വീകരിച്ചു, സത്യമല്ല, ഇപ്പോഴും സ്വീകരിക്കുന്നുണ്ട്. ഈ ധ്യാനം പോലും ദൈവത്തിൻ്റെ സ്നേഹമല്ലേ, ദൈവം തന്നതല്ലേ. എന്നിട്ട് എന്തോരം ഞാൻ റിട്ടേൺ കൊടുത്തു, തിരിച്ചു കൊടുത്തു. അതുകൊണ്ട് ഓർക്കണം, സ്വീകരിക്കുക മാത്രമല്ല മക്കളെ, എല്ലാം തിരിച്ചു കൊടുക്കണം. ഈ പ്രകൃതി പോലും അങ്ങനെയല്ലേ, എല്ലാം നമുക്ക് തരികയല്ലേ പ്രകൃതി, പക്ഷെ നമ്മൾ തിരിച്ചു കൊടുക്കുന്നത് എന്നതാ. അതുകൊണ്ട് നമുക്ക് ഇന്നു മുതൽ തീരുമാനമെടുക്കണം. കുടുംബത്തിൽ എൻ്റെ പപ്പയ്ക്ക്, മമ്മിക്ക്, അതുപോലെ ഞാനായിരിക്കുന്ന ഇടങ്ങൾ, സ്കൂളിലായിക്കോട്ടെ, വീട്ടിലായിക്കൊള്ളട്ടെ, പഠിക്കുന്ന സ്ഥലത്തായിക്കൊള്ളട്ടെ, എൻ്റെ ജീവിതം മുഴുവൻ ഒരു അനുഗ്രഹമായി മാറണം, കൃപയായി മാറണം. വേദനിക്കുന്നവരുണ്ട് മക്കളെ, തകർന്നിരിക്കുന്നവരുണ്ട്, വേറൊന്നും വേണ്ട. പത്രോസും യോഹന്നാനും പറയുന്നത്, ഞങ്ങളുടെ പൊന്നോ വെള്ളിയോ ഇല്ല, പക്ഷെ ഞങ്ങളുടെ കയ്യിൽ ഒന്നുണ്ട്, യേശുവുണ്ട്. യേശുവുണ്ട്. നമ്മളൊന്ന് ആശ്വസിപ്പിച്ചാൽ മതി, നമ്മളൊന്ന് തൊട്ടാൽ മതി. നിനക്ക് എന്തു പറ്റി ചോദിക്കണം, കയ്യെ മുറുകെ പിടിക്കണം, കൂടെ നടക്കണം. അത് പപ്പയോടും മമ്മിയോടും അങ്ങനെ. മമ്മിക്ക് എന്നെ പറ്റി, മമ്മി വിഷമിക്കണ്ട. എൻ്റെ മക്കൾ എന്നോട് എപ്പോഴും പറയുന്ന കാര്യം, ഇളയ മോൾ ഇന്നലെയും പറഞ്ഞു, പപ്പ വിഷമിക്കണ്ട കേട്ടാ, ഉടനെ തന്നെ ജോലി കിട്ടും. ആ ഒരു വാക്ക് മതി നമുക്ക്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം, ഈശോയെ പോലെ ഒരു മനസ്സെനിക്ക് തരണം. ഈശോയെ എങ്ങനെയാണ് ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെ മനുഷ്യരുടെയും പ്രീതിയിലാണ് വളർന്നത്. സാധിക്കുമെങ്കിൽ, പറ്റുമെങ്കിൽ കരങ്ങളൊന്ന് അല്പം ഉയർത്താമോ? കണ്ണുകളടച്ച്. ആരും ആരെയും നോക്കരുത്. എന്നിട്ടോ ഈശോയോട് പറഞ്ഞു, ഈശോയെ എനിക്ക് നല്ല ഈശോയുടെ ഹൃദയം പോലെ ഒരു ഹൃദയം തരണം, ഈശോയുടെ മനസ്സുപോലെ മനസ്സു തരണം, ഈശോയുടെ സ്നേഹം പോലെ സ്നേഹിക്കാനുള്ള കൃപ തരണം. എന്നിട്ടൊന്ന് സ്തുതിച്ചേ, യേശുവേ യേശുവേ വിളിച്ചേ, യേശുവേ എന്ന് വിളിച്ചേ, എൻ്റെ യേശുവേ എന്ന് വിളിച്ചേ. എല്ലാ മക്കളും പ്രാർത്ഥിച്ചേ. സ്വർഗം തുറന്ന് പരിശുദ്ധാത്മാവ് കൃപ തരുന്നുണ്ട്, പരിശുദ്ധാത്മാവ് അഭിഷേകം തരുന്നുണ്ട്, പരിശുദ്ധാത്മാവ് വെളിച്ചം തരുന്നുണ്ട്, പരിശുദ്ധാത്മാവ് സ്നേഹം നിറയ്ക്കുന്നുണ്ട്. യേശുവേ ആരാധന, യേശുവേ മഹത്വം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.